എന്താണ് ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി? ഒരു 20-30% പ്രഗ്നൻസി ഹൈ റിസ്കിലേക്ക് എത്തപ്പെടുന്നു ഈ പല കാരണങ്ങൾ കൊണ്ട്. കോവിഡും പ്രഗ്നൻസിയും തമ്മിൽ ബന്ധങ്ങൾ വന്നിട്ടുണ്ടോ? ഒരാളുടെ പ്രഗ്നൻസി ഹൈ റിസ്ക് ആവാൻ അയാളുടെ ലൈഫ് സ്റ്റൈൽസ്, ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ കാരണമാവാറുണ്ടോ? പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, ഈവൻ സൈക്കോസിസ് ആൻഡ് സൂയിസൈഡൽ ടെൻഡൻസീസ് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിലും നോർമൽ പ്രഗ്നൻസി, സുഖപ്രസവം, അതിനൊരു ഡെഫിനിഷൻ ഒരു വൈഡ് റേഞ്ചാണ്. ഇത് അബ്നോർമൽ ആകുന്നത് വളരെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് ടൈമിലാണ്. നമ്മുടെ കേരളത്തിൽ വീട്ടിൽ പ്രസവിക്കുന്നു, കുട്ടി മരിക്കുന്നു, അമ്മ മരിക്കുന്നു കേസുകളുണ്ടാകുന്നത്. എന്താണ്, ആളുകൾ മണ്ണന്മാരാവുന്നതാണോ അതോ ആത്മവിശ്വാസം അമിതമാകുമ്പോൾ ഉണ്ടാകുന്നതാണോ? വൈകല്യങ്ങൾ ഒരു പരിധിക്ക് മേലെ കുറയ്ക്കാൻ ഈ മരുന്നിന് സാധിക്കും. കേരളത്തിലെ മെറ്റേണോ ഫീറ്റൽ മെഡിസിൻ ശാഖയുടെ തുടക്കക്കാരിൽ ഒരാൾ. ഹൈ റിസ്ക് പ്രഗ്നൻസി മാനേജ്മെന്റിൽ സാർത്ഥകമായ 17 വർഷങ്ങൾ. കുട്ടിയുടെ ആദ്യത്തെ ഹൃദയമിടിപ്പുണ്ടെന്ന് പറയുമ്പോൾ കേൾക്കുന്ന സന്തോഷം, ആ സന്തോഷങ്ങൾ ഒരുപാട് കാണാൻ അല്ലേ, അത് വളരെ ടച്ചിങ് അല്ലേ ആ എക്സ്പീരിയൻസ്? എൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി അത് തന്നെയാണ്. കാരണം ഐ ടെൽ ദം ദാറ്റ് ഐ ആം വിത്ത് യു ടിൽ യു ഗോ ഹോം. ഒരുപാട് പേര് അമ്മ എന്നാണ് വിളിക്കുക, ഡോക്ടർ അമ്മ എന്ന് വിളിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അമ്മമാരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ബയോളജിക്കൽ അല്ലാത്ത നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അത് തന്നെയാണ് അടുത്ത ദിവസത്തെ വർക്കിനുള്ള പാഷൻ. കിംസ് ഹോസ്പിറ്റലിന്റെ ഹൈ റിസ്ക് പ്രഗ്നൻസി ആൻഡ് ഫീറ്റൽ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ വിദ്യ ലക്ഷ്മി. എന്താണ് ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി? നമ്മുടെ മാഡത്തിന് മുന്നിലേക്ക് ഒരു പേഷ്യൻ്റ് വരികയാണ്, ഒരു പ്രഗ്നൻറ്റ് വുമൺ വരികയാണ്. അവരെ നോർമൽ പ്രഗ്നൻസി ആണോ അതോ ഹൈ റിസ്ക് പ്രഗ്നൻസി ആണോ എന്ന് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ ഹൈ റിസ്ക് പ്രഗ്നൻസി യൂണിറ്റിലേക്ക്, അതായത് ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് പ്രഗ്നൻസി ആൻഡ് ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡയറക്റ്റ്ലി പേഷ്യൻ്റ് വരാം അവിടേക്ക്, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് കണ്ടിട്ട് റെഫർ ചെയ്യാം. ഇത് 2 രീതിയിലാണ് പേഷ്യൻസ് വരിക. ഗൈനക്കോളജിസ്റ്റ് കണ്ട് റെഫർ ചെയ്യുമ്പോൾ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ, അതായത് കിംസ് ഹെൽത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വിസിറ്റിൽ ഒരു പേഷ്യൻ്റ് എൻ്റെ ടച്ച് അപ്പോൺ ദ ഒ പി, ഒരു പ്രഗ്നൻറ്റ് ലേഡി, അവരെ നമ്മൾ ട്രയാജിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. ഈ ട്രയാജിങ്ങിലൂടെ പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, മുൻപുള്ള പ്രഗ്നൻസി ഹിസ്റ്ററി, ഇതെല്ലാം വെച്ചിട്ട് അവരെ ഒരു ഹൈ റിസ്ക് അല്ലെങ്കിൽ ലോ റിസ്ക് ആയിട്ട് നമുക്ക് കുറച്ചൊരു സെറ്റ് ക്രൈറ്റീരിയ ഉണ്ട്, അതായത് മാനദണ്ഡം ഉണ്ട്. വേൾഡ് വൈഡായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ നമ്മൾ ഉപയോഗിക്കും. അത് വെച്ചിട്ട് അവരെ അവിടെ വെച്ച് തന്നെ ഹൈ റിസ്ക് അല്ലെങ്കിൽ ലോ റിസ്ക് ആയിട്ട് നമ്മൾ ട്രയാജ് ചെയ്യും. ട്രയാജ് ചെയ്തതിന് ശേഷം ഒരു ലോ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിൽ അവരെ റുട്ടീൻ ആൻറ്റിനേറ്റൽ കെയർ അനുവദിക്കുക. ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് നമ്മൾ കണ്ടെത്തിയാൽ ഈ പേഷ്യൻറ്റിനെ ഹൈ റിസ്ക് യൂണിറ്റിലേക്ക്, എന്ത് കാരണം കൊണ്ടാണ് ഹൈ റിസ്ക് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി അവർ ഹൈ റിസ്കിലേക്ക് റെഫർ ചെയ്യുന്നു. ഒന്ന്, ഇല്ലെങ്കിൽ വേറെ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു കോംപ്ലിക്കേഷൻ വന്ന ഒരു പേഷ്യൻ്റ് ഹൈ റിസ്ക് ആയിട്ട് വരിക. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ലോ റിസ്ക് ആയിട്ട് തുടരുന്ന ഒരമ്മ പ്രഗ്നൻസി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ വരികയാണ്, ഒരു പുതുതായിട്ടൊരു ഡെവലപ്പിംഗ് പ്രോബ്ലം വരികയാണെങ്കിൽ അവരെ അപ്പോൾ ഹൈ റിസ്ക് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് യൂണിറ്റിലേക്ക് റെഫർ ചെയ്യും. ഈ 3 രീതിയിലാണ് എൻ്റെ ഒ പിയിലേക്ക് പേഷ്യൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് റിസീവ് ചെയ്യുന്നത്. അപ്പം എന്താണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ? ഹൈ റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഗർഭധാരണത്തിന് മുമ്പുള്ള സങ്കീർണതകൾ, ഗർഭാവസ്ഥയിലുള്ള സങ്കീർണത എന്ന് പറയുമ്പോൾ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഫാക്ടേഴ്സ്. ഇപ്പോൾ ഒരു പ്രീ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാകാം? സാധാരണഗതിയിൽ ഒരു സ്ത്രീ അമ്മയാകുമ്പോൾ അതിന് മുമ്പുള്ള ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ അവരുടെ മുൻപുള്ള ഹിസ്റ്ററി, ഉദാഹരണത്തിന് ഇപ്പോൾ ഹാർഡിയാക് ഡിസീസ് ഉള്ള ഒരു പേഷ്യൻ്റ്, പണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് മെറ്റേണൽ ഹെൽത്ത് ഡിസീസസ് ടാബ് വരുന്നു, ഒരു കല്യാണം കഴിക്കാനും ഒരു കുഞ്ഞുണ്ടാകാനും അവർ മാരേജിലേക്ക് തന്നെ എത്തുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു വലിയ ചേഞ്ച് കണ്ടിരിക്കുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ തന്നെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഫാമിലി ആണെങ്കിലും എല്ലാവരും ആ ഒരു കുട്ടിയെ അതിലേക്ക് സപ്പോർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഈവൻ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ കുട്ടികളുണ്ട് എനിക്ക് പ്രഗ്നൻസി ആയിട്ട് വരുന്ന, റീനൽ ട്രാൻസ്പ്ലാന്റ്, അതൊക്കെ ഒരു സാധാരണ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മറ്റേത് അസുഖത്തിനെ പോലെയും കാണാനുള്ള ഒരു മാനസികാവസ്ഥ മനുഷ്യർക്കുണ്ട്. അതൊരു നല്ല കാര്യമാണ്. നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഗർഭാവസ്ഥയ്ക്ക് മുമ്പുള്ള സങ്കീർണത എന്ന് പറയുമ്പോൾ ഒരു ചൈൽഡ്ഹുഡ് ഡിസീസസ്, അതായത് എപ്പിലെപ്സി വരുന്ന കുട്ടി മരുന്ന് കഴിക്കുന്നു, ടൈപ്പ് 2, ടൈപ്പ് 1 ഡയബറ്റിസ്, അവർക്ക് നേരത്തെ തന്നെ ഷുഗറുണ്ട്, അവരതിന് മരുന്നെടുക്കുന്നു അല്ലെങ്കിൽ ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കുന്നു. ഹാർട്ട് ഡിസീസസ്, ഹൃദയ വാൽവുകൾ മാറ്റി വെക്കുന്ന കുട്ടികൾ, റൊമാറ്റിക് ഹാർട്ട് ഡിസീസിന് സർജറി കഴിഞ്ഞ ആളുകൾ, മരുന്ന് കഴിക്കുന്നവർ. പിന്നെ ഞാനീ പറഞ്ഞ പോലെ വൃക്ക തകരാറിലായ കുട്ടികൾ, ക്രോണിക് ലിവർ ഡിസീസ്, അതിന്
ഈവൻ കിഡ്നി മാറ്റിവെക്കപ്പെട്ട ആളുകൾ, SLE മുതലായ രോഗങ്ങളുള്ളവർ. അപ്പോൾ അതെല്ലാം പ്രീ പ്രഗ്നൻസി തന്നെ ഹൈ റിസ്ക് ആണ്. അവർ പ്രഗ്നൻസി ആകുമ്പോൾ തന്നെ ഹൈ റിസ്ക് ആണ്. പ്രഗ്നൻസി നോർമലായിട്ട് തുടരുന്നു, അതിനിടയിൽ ഒരു ഹൈ റിസ്ക് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട കുട്ടികൾ പ്രഗ്നൻ്റ് ആകുന്നു, അല്ലെങ്കിൽ 3-3-ലധികം IVF പ്രഗ്നൻസി, 1-2 കൂടുതലിന് മുകളിലുള്ള കുഞ്ഞുങ്ങളുടെ ഗർഭധാരണം, പിന്നെ ഗർഭാവസ്ഥയിൽ ബ്ലീഡിങ് ഉണ്ടാകുക, ഫൈബ്രോയിഡ്സിൻ്റെ കോംപ്ലിക്കേഷൻസ്, പ്രഗ്നൻസിയിൽ BP വരിക, ഹൈ ഷുഗർ, ബ്ലഡ് ഷുഗർ വരിക, ഇതെല്ലാം പ്രഗ്നൻസി പീരീഡിൽ അവരെ ഹൈ റിസ്ക് കാറ്റഗറിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിനെ തക്കതായ സമയത്ത് അത് കണ്ടുപിടിച്ച് ആ ഒരു സ്ട്രീം ലൈനിങ് വളരെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം കേരളത്തിൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു നോർമൽ റേഷ്യോ എന്താണ്, നോർമൽ ടു ഹൈ റിസ്ക് പ്രഗ്നൻസിയുടെ? ചിലപ്പോൾ ഞാൻ പറയുന്നത് കുറച്ചൊരു സ്ക്യൂഡ് ഡേറ്റ ആയിരിക്കും, ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ ഓവറോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 10% താഴെ മാത്രമേ ഹൈ റിസ്ക്, 5% 10%-നുള്ളിൽ നിൽക്കണം. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു 20-30% പ്രഗ്നൻസി ഹൈ റിസ്കിലേക്ക് എത്തപ്പെടുന്നു ഈ പല കാരണങ്ങൾ കൊണ്ട്. അതിന് കുറച്ച് കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മുൻപ് ഈ കോംപ്ലിക്കേഷൻസ് ഉള്ളവർ ഗർഭധാരണം തടയുന്നുണ്ടായിരുന്നിരിക്കാം, അവർ വിവാഹിതരാവുന്നുണ്ടായിരിക്കില്ല. 2, കുറച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡെഫിനറ്റ്ലി കുട്ടികളുടെ ആ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ള ഒരു പെൺകുട്ടി, നല്ല ഒബീസായ ഒരു പെൺകുട്ടി, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉള്ളൊരു പെൺകുട്ടി, അവരെല്ലാം ഗർഭിണിയാകുമ്പോൾ തന്നെയും, അതായത് പീരീഡ്സ് ഇറഗുലർ ആവുന്നു, അവർക്കത് ഇൻഫെർട്ടിലിറ്റിയിൽ, അതായത് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരുന്നു, അവർ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് ഡയബറ്റീസിൻ്റെ റിസ്ക് കൂടുന്നു. ഒബീസിറ്റി ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു ഇൻക്രീസിങ് ട്രെൻഡായി മാറുകയാണ്. ഈ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസിന് കൂടുതൽ റിസ്ക് ഉണ്ട്. അത് കൂടി വരുന്ന ഒരു പ്രവണത കാണുന്നു. പിന്നെ പ്രഗ്നൻസി പോസ്റ്റ്പോൺ ചെയ്യുന്നത്, അതായത് കരിയറിന് വേണ്ടിയിട്ടും എല്ലാത്തിനും പ്രഗ്നൻസി പോസ്റ്റ്പോൺ ചെയ്യുന്നതും ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. സോ ബേസിക് ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഒരു കരിയർ ഇൻഫ്ലുവൻസ്, ഹെൽത്ത് സ്ട്രെസ്സ് ഡെഫിനറ്റ്ലി സ്ട്രെസ്ഫുള്ളാണ് എല്ലാ കുട്ടികളുടെയും. ആ ഒരു ഒരു ജോയിൻറ്റ് ഫാമിലി വിട്ടുപോയത് തന്നെ ചിലപ്പോൾ ഒരു കാരണമാകാമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കഴിഞ്ഞ 5-6 വർഷത്തിനിടയ്ക്കുണ്ടായ ഒരു മേജർ ചേഞ്ചിങ് ഫാക്ടർ കോവിഡാണ്. അപ്പോൾ കോവിഡും പ്രഗ്നൻസിയും തമ്മിൽ ബന്ധങ്ങൾ വന്നിട്ടുണ്ടോ? തീർച്ചയായും. ഞാൻ ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2009-ലാണ്. അത് കഴിഞ്ഞിട്ട് പല മഹാമാരികളും കാണാനുള്ളൊരു ഭാഗ്യമോ ദൗർഭാഗ്യമോ ഉണ്ടായി എന്നുള്ളതാണ്. വന്നു തുടങ്ങിയ ആ സമയത്ത് 2011 നമ്മൾ ആദ്യം കണ്ടത് H1N1 ഒരു പാൻഡമിക് തന്നെയാണ്. അതും പ്രഗ്നൻസിയുമായിട്ടുള്ള റിസ്ക് വളരെ ബുദ്ധിമുട്ടി. പക്ഷേ ഏറ്റവും എനിക്ക് സഹായമായത്, ഞാൻ ഈ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി യൂണിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചുക്കാൻ പിടിക്കുന്ന വ്യക്തി മാത്രമാണ് ഞാൻ. പക്ഷേ എനിക്ക് ഒരുപാട് സപ്പോർട്ട് സിസ്റ്റവും സഹായികളും അതിനകത്ത് ഉണ്ടാവണം. കാരണം മൾട്ടി ഡിസിപ്ലിനറി കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈവൻ ICUs, ഇൻറ്റൻസിവിസ്റ്റ്, 24/7 അനസ്തറ്റിസ്റ്റ്, ബാക്കി സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ H1N1 ഡെഫിനറ്റ്ലി മെറ്റേണൽ ഇതിനെ ഒരുപാട് ബാധിച്ചു. അത് കഴിഞ്ഞ് നിപ്പയുടെ പ്രശ്നങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് ഏറ്റവും വലിയൊരു അടി വന്നത് ഡെങ്കി വന്നപ്പോഴാണ്. ഡെങ്കി വിത്ത് പ്രഗ്നൻസിയും ഇതുപോലെ ഞങ്ങൾ ബുദ്ധിമുട്ടി. ആൻഡ് കോവിഡ് ഡെഫിനറ്റ്ലി വാസ് എ മേജർ ത്രെറ്റ്. ആൻഡ് ബാക്കി 3ഉം അവിടെ ഒന്നും അവശേഷിപ്പിക്കാതെ കടന്നു പോയെങ്കിൽ കോവിഡ് ഇപ്പോഴും അതിൻ്റെ ബാക്കി സ്കാർസ് അവശേഷിപ്പിച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇപ്പോഴും പ്രഗ്നൻറ്റ് വിമണിൽ നമ്മൾ കാണുന്നുണ്ട്, നോർമൽ പീപ്പിൾ കാണുന്നത് പോലെ തന്നെ. കോവിഡ് റിലേറ്റഡ് ഡെത്ത്, അതായത് ക്രിട്ടിക്കലി ഇൽ കോവിഡ് നമ്മൾ ഒരുപാട് കാണാൻ സാധിച്ചു. ഒരു നോർമൽ പ്രഗ്നൻസിനെക്കാട്ടിലും വളരെ വളരെ ഹൈ, ഒരു 60-50% to 60% മോർട്ടാലിറ്റി വരെ എത്തുന്ന കണ്ടീഷനായിരുന്നു ക്രിട്ടിക്കലി ഇൽ കോവിഡ്. അതിൽ 1% എക്മോ വരെ സഹായിക്കേണ്ടി വന്നു. അങ്ങനെ രക്ഷപ്പെട്ട അമ്മമാർ പ്രസവിച്ച് പോയതും കാണാൻ സാധിച്ചു. പക്ഷെ അതുപോലെ തന്നെ കോവിഡ് റിലേറ്റഡ് ഡെത്തുകളും ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഹെഡിൽ ത്രോംബസ് ആയിട്ടും അങ്ങനത്തെ ഇഷ്യൂസായിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ നമ്പർ കുറച്ച് കൂടി എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഹൈ റിസ്ക് ആവുന്ന കേസ് നമ്മൾ പറഞ്ഞു. അല്ലാതെ ഇപ്പോൾ ഇൻ ജനറൽ ഇപ്പോൾ ഒരാളുടെ പ്രഗ്നൻസി ഹൈ റിസ്ക് ആവാൻ അയാളുടെ ലൈഫ് സ്റ്റൈൽസ്, ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ കാരണമാവാറുണ്ടോ? ഡെഫിനറ്റ്ലി യെസ്. ഞാൻ മേജറായിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു അഡോളസൻ പീരീഡിൽ ഹെൽത്ത് അവർ ലൈഫ് ലോങ് അതിനെ സപ്പോർട്ട് ചെയ്യും. അതായത് ഒരു ജങ്ക് ഈറ്ററും ഒരു നോർമൽ ഈറ്ററും തമ്മിലുള്ളൊരു ഡിഫറൻസ് നമ്മളെപ്പോഴും പറയുന്നുണ്ട്. അതൊന്ന്. 2, ബോഡി മാസ് ഇൻഡെക്സ്. കുട്ടികൾക്ക് അവർ പുറത്ത് കളിക്കുന്നില്ലല്ലോ. നൗ ദേ ആർ ഓൾ വിത്ത് ഗാഡ്ജറ്റ്സ് ആൻഡ് മീഡിയ ആണ്. സെക്കൻഡ്, അവർക്ക് അവരുടെ ഫാറ്റ് മെറ്റബോളൈസ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ കൊടുക്കുന്നില്ല. പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ഇസ് ദെയർ എല്ലാ കുട്ടികൾക്കും, നമ്മളൊരു ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ്. പിന്നെ തൈറോയ്ഡ് ഡിസീസസ് ഫോർ സം റീസൺ ഇസ് വെരി ഹൈ ഇൻ കേരള. അതൊന്ന്.
പിന്നെ ഡയബറ്റിക് നമ്മൾ കൾച്ചറൽ എന്താണ് ക്യാപിറ്റലാണ് ഡയബറ്റീസ് ഇല്ലാത്തൊരു മലയാളി ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഈറ്റിംഗ് ഹാബിറ്റ്സ് ആകാം, നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആകും, എന്താണെന്നറിയില്ല. പക്ഷേ ടൈപ്പ് 2 ടൈപ്പ് 1 ഡയബറ്റീസ് പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ജുവനൈൽ കുഞ്ഞുങ്ങളുടെ ഡയബറ്റീസും അതുപോലെ തന്നെ ഏജ് ആകാത്ത, അതായത് ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മുടെയൊക്കെ പേരൻസിന് 60-70 വയസ്സിൽ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു 35-40 വയസ്സിലാണ് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്. സോ അതും ഒരു ഫാക്ടറാണ്. സോ ബോഡി മാസ് ഇൻഡെക്സ് ഡെഫിനറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യുക, തൈറോയ്ഡ് ഡിസീസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, ഡയബറ്റീസ് സ്ക്രീനിങ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും ക്രയോട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്, റുബല്ല ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൽ ഏറ്റവും വലിയൊരു സംഭവം നടന്നതെന്ന് വെച്ചാൽ റുബല്ല വാക്സിൻ നമ്മൾ MMR എടുക്കുന്നുണ്ട് കുഞ്ഞിൽ, പക്ഷേ അതിൻ്റെ മെമ്മറി പോയിട്ട് ഒരുപാട് പേര് പ്രഗ്നൻസിയിൽ റുബല്ല പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അത് കാരണമുള്ള വൈകല്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതും പറ്റാത്തമായ വൈകല്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെർമിനേഷൻ മാത്രമാണ് അവിടെ ഒരു ഉത്തരവാകുന്നത്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇപ്പോൾ സ്കൂൾ വാക്സിൻസിലേക്ക് നമ്മൾ വിദേശങ്ങളിലൊക്കെ റുബല്ല പാർട്ടി എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് 18 ഇയേഴ്സിൽ കൊടുക്കുന്ന പോലെ നമുക്ക് സ്കൂൾ ഔട്ടിങ്ങിന് മുമ്പ് തന്നെ അവർക്ക് ഒരു റുബല്ല വാക്സിൻ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ലെവലിലും വന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു മുന്നേറ്റമാണ്. അപ്പോൾ വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസസ്, ചിക്കൻ പോക്സും റുബല്ലയും ഇത് രണ്ടും നമുക്ക് സ്ക്രീൻ ചെയ്യാം, ഉണ്ടെങ്കിൽ വാക്സിനേറ്റ് ചെയ്യാം. സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കരുതലുകൾ, ഫോളിക് ആസിഡ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കുന്നത് ഡെഫിനറ്റ്ലി വൈകല്യങ്ങളുടെ റിസ്ക് തടയാൻ. ഞാൻ എൻഗേജ്മെൻറ്റ് പില്ലെന്നാണ് അതിന് പറയുക. എൻഗേജ്മെൻറ്റിന് പോകുമ്പോൾ ഒരു പാക്കറ്റ് ഫോളിക് ആസിഡ് കൊടുക്കുക അവർക്ക് എന്ന് പറയും. കാരണം എന്തെങ്കിലും ഒരു പ്രിവെൻഷൻ പറ്റുമെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. സോ ഡു ദോസ് തിങ്സ്. നമ്മളിപ്പോൾ നേരത്തെ തമാശയ്ക്കാണെങ്കിലും എൻഗേജ്മെൻറ്റ് പിൽ എന്ന് ഫോളിക് ആസിഡിനെ പറ്റി പറഞ്ഞു. അപ്പം നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ എന്തോ ആവട്ടെ, കല്യാണം കഴിച്ചു, പ്രഗ്നൻ്റ് ആവാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ അവസ്ഥയിൽ ഹൈ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഒഴിവാക്കാൻ സാധിക്കും എന്ന് പറയുന്നില്ല ഞാൻ, പക്ഷേ കുറയ്ക്കാൻ പറ്റുമായിരിക്കും. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ഗർഭിണി അറിയാതെ പ്രഗ്നൻ്റ് ആവുന്നു, ഷുഗർ പ്രഗ്നൻസിയിൽ ഡിറ്റക്ട് ചെയ്യുന്നു. അതായത് ഹീമോഗ്ലോബിൻ A1C എന്ന് പറഞ്ഞ രക്തത്തിൽ നമ്മൾ ഷുഗർ മുമ്പുണ്ടായിരുന്നതിൻ്റെ അളവ് 7.5 മുകളിലൊക്കെ ഉള്ള പേഷ്യൻസ് ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ അറിഞ്ഞാൽ കൺട്രോൾ ചെയ്യാനും ഈ ഡയബറ്റിക് സ്റ്റാറ്റസ് ഒരു കൺട്രോളിലാക്കിയിട്ട് അവർക്ക് പ്രഗ്നൻ്റ് ആകാനും ഫോളിക് ആസിഡ് കഴിക്കാനുള്ള സമയം കിട്ടുന്നു അല്ലേ. പിന്നെ വാക്സിനേഷൻസ് അഥവാ ഈ റുബല്ല അല്ലെങ്കിൽ ചിക്കൻ പോക്സിൻ്റെ ഇമ്മ്യൂണോഗ്ലോബുലിൻ അളവ് നമ്മുടെ ശരീരത്തിലുണ്ടോ എന്ന് നോക്കാൻ പറ്റും ടെസ്റ്റ് വെച്ചിട്ട്. ഈ IgG എന്ന് പറയുന്നത് കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇമ്മ്യൂണിറ്റി ഇല്ല എന്നാണ്. അപ്പോൾ ആ വാക്സിനേഷനുള്ള സമയം കിട്ടുന്നു. അപ്പോൾ ഒന്ന് തൈറോയ്ഡ് ഷുഗറിൻ്റെ ലെവൽ നോക്കുക, ഹീമോഗ്ലോബിൻ്റെ ലെവൽ നോക്കാം, അനീമിക് ആണോ എന്ന് അറിയാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. 2 ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ എടുക്കാം. പിന്നെ വേറെ മരുന്നുകൾ കഴിക്കുന്ന ഒരു കുട്ടി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാർട്ട് വാൽവിന് മരുന്ന് കഴിക്കുന്നു, രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുകയാണ്, അതിൽ ഗർഭാവസ്ഥയിൽ കൊടുക്കാൻ പാടില്ലാത്ത വാർഫെറിൻ എന്ന് പറഞ്ഞ ഗുളിക കഴിക്കുന്ന ഒരാളാണെന്ന് വെച്ചോളൂ. അത് മാറ്റി പ്രഗ്നൻസിയിൽ കുഴപ്പമില്ലാത്ത മരുന്ന് മാറ്റാനുള്ള സമയം. അപ്പോൾ പ്രീ പ്രഗ്നൻസി മെഡിക്കൽ ഡിസോർഡേഴ്സിന് കഴിക്കുന്ന മരുന്നുകൾ പ്രഗ്നൻസിയിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഒരു സമയമായിട്ട് അത് കണ്ടെത്തണം. സോ ഓവറോൾ ഞാൻ പറയുന്ന ഒരു പ്രീ പ്രഗ്നൻസി ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എല്ലാവരും എടുക്കുന്നതിൽ തെറ്റില്ല. സോ വെയർ യു ഗെറ്റ് കുറച്ചും കൂടെ അഷ്വേർഡ് ദാറ്റ് നിങ്ങളുടെ റിസ്ക് എല്ലാം സ്ട്രാറ്റിഫൈഡായി നിങ്ങളെ നോക്കി വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ല ആൻഡ് യു ആർ ഫിറ്റ് ഫോർ എ പ്രഗ്നൻസി. നോട്ട് ഫോർ എവരിബഡി, ബട്ട് എന്തെങ്കിലും കൺസേൺസ് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി ഒരു പ്രീ പ്രഗ്നൻസി കൺസൾട്ട് സഹായിക്കുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും കല്യാണം കഴിക്കുന്ന പലരും ആക്സിഡൻ്റലിയാണ് പ്രഗ്നൻസി ഡിസ്കവർ ചെയ്യുന്നത്. ദേ ആർ നോട്ട് റിയലി പ്ലാനിങ് ആസ് യു സെഡ്. ഇപ്പോൾ പറഞ്ഞ പോലെ ചെയ്യുന്നില്ല. അതുപോലെ പുരുഷന്മാരിൽ കാര്യമായിട്ടുള്ളൊരു നോളജിൻ്റെ കുറവുണ്ട്. അപ്പം ഈ ജസ്റ്റേഷൻ പീരീഡിൽ ഈ വൂമ്പിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഒരു അമ്മയുടെ വയറ്റിനകത്ത് നടക്കുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ പുരുഷന്മാർക്ക് ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല. അത് ലളിതമായിട്ടൊന്ന് പറഞ്ഞു വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഉപയോഗപ്പെട്ടേനെ. ഇപ്പോൾ ചോദിച്ചത് ശാരീരികമായ ചേഞ്ചസ് ആണ്. ഞാൻ അതിൽ നിന്ന് ഒരു പടി കൂടെ മുമ്പോട്ട് പോകാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം മെൻ്റലി വുമൺ കടന്നു പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ആരും അറിയുന്നില്ല. അതായത് ഒരു പെരിനേറ്റൽ മെൻ്റൽ ഹെൽത്ത് എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ ഇനിയും ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെൻറ് ഡെഫിനറ്റ്ലി അതിലേക്ക് ഒരു പടി കൂടെ മുമ്പോട്ട് പോയി അമ്മ മനസ്സെന്ന് പറഞ്ഞൊരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ സ്ഥാപനത്തിൽ അടുത്ത മാസം നമ്മൾ ലോഞ്ച് ചെയ്യുവാണ്. അതായത് പെരിനേറ്റൽ മെൻ്റൽ ഹെൽത്ത് ക്ലിനിക് എന്ന് പറയുമ്പോൾ അത് മാനസിക രോഗം ഉള്ളവരുടെ ഒരു ക്ലിനിക്കല്ല. അവിടെയാണ് ഒരു ടാബ് വരുന്നത്. അതായത് പറയുമ്പോൾ ആൾക്കാരെന്ത് ചിന്തിക്കും. എനിക്കിങ്ങനെ ഒരു മെൻ്റലി നമ്മൾ അപ്സെറ്റ് ആണെന്ന് പറയുന്ന ഒരു ശാരീരിക അസുഖം പോലെ തന്നെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം നമ്മൾ. കാരണം പോസ്റ്റ്മോർട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്, ഈ ഹോർമോണൽ ചേഞ്ചസ് കാരണം പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, ഈവൻ സൈക്കോസിസ് ആൻഡ് സൂയിസൈഡൽ ടെൻഡൻസീസ് കൂടി വരികയാണ് നമ്മുടെ കേരളത്തിലും. സോ അമ്മയുടെ മനസ്സ് തൊട്ട് നമ്മൾ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാനസികമായ ചേഞ്ചസ് ഡെഫിനറ്റ്ലി അത് ഹോർമോൺ തന്നെയാണ് ആ സ്ത്രീക്ക് ഉണ്ടാക്കുന്ന ആ പ്രഷേഴ്സ്. പിന്നെ ആ ഒരു ആങ്സൈറ്റി ഉണ്ട്. ക്യാൻ ഐ മീറ്റ് ദിസ് ഡിമാൻഡ് എന്നുള്ള ഒരു
പണ്ടൊരു കൂട്ടുകുടുംബം വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ അപ്പച്ചിമാർ, അമ്മായിമാർ അവരൊക്കെ ദേ യൂസ് ടു റീഅഷ്വർ. ഇപ്പോൾ ഇവരുടെ വർക്ക് പ്രഷറും അവരുടെ ഓരോ ടാർഗറ്റ് മീറ്റ് ചെയ്യാനുള്ള പ്രഷർ, അതിൻ്റെ കൂടെ തന്നെ ഈ പ്രഗ്നൻസി എങ്ങനെ പോകും, ഡെലിവറി കഴിഞ്ഞാൽ ആ ലാക്ടേഷൻ പീരീഡ്, അതെല്ലാം ഈ കുട്ടികൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻറ്റിനേറ്റൽ ക്ലിനിക്സ് അതിനകത്ത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കൗൺസിലിംഗ് സെഷൻസ് നമ്മൾ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് വിസിറ്റ് തൊട്ട് ഓരോ ട്രൈമസ്റ്റേഴ്സിലും അവരെന്തിൽ കൂടി കടന്നു പോകും, അതിലുള്ള ശാരീരിക വ്യത്യാസങ്ങളും മാനസികമായിട്ടുള്ള ചേഞ്ചസും, ഡെലിവറി കഴിഞ്ഞാൽ എന്തൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ഈവൻ അമ്മമാർ മറന്നു പോയിട്ടുണ്ടാകും, കാരണം അവർക്കൊരു ലോങ് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആണുങ്ങളെന്ന് പറഞ്ഞു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കേട്ടോ. കാരണം ദ മെൻ ആർ വിത്ത് ദ വിമൻ എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കൺസെപ്റ്റ് ദാറ്റ് ദേ ലെറ്റ് ദം ഗോ ആൻഡ് വാക്ക് ബിഹൈൻഡ് ദം അല്ല. ഇപ്പോൾ വരുന്ന എല്ലാ കുട്ടികളും അവർ പാർട്ട്ണറിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ശാരീരികമായ ചേഞ്ച് എന്ന് പറയുമ്പോൾ ആദ്യം തൊട്ട് തന്നെ പറഞ്ഞാൽ അവർക്ക് ശരീരത്തിലെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന നോസിയ വോമിറ്റിംഗ് തൊട്ട് തന്നെ കുട്ടികൾ കഷ്ടപ്പെടും. നോസിയ വോമിറ്റിംഗ് പലർക്കും പല രീതിയിലായിരിക്കാം. ചിലർക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു നോസിയേറ്റിംഗ് ടെൻഡൻസി മുതൽ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വേണ്ടി വരുന്ന ഹൈപ്പറമിസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരെ എത്തുന്ന ഒരു അവസ്ഥാന്തരീക്ഷം. നമ്പർ ഓഫ് വോമിറ്റിംഗ് എപ്പിസോഡ്സ് കൂടുതലാണ്, അവർക്ക് ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുന്നു, അങ്ങനത്തെയൊക്കെ ഉള്ളപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരും. അതോടുകൂടി ഒരു 14 വീക്സോടുകൂടി അവർക്ക് അതിലേക്കൊന്ന് സെറ്റിൽഡായിട്ട് പിന്നെയാണ് അവർ പ്രഗ്നൻസി എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത്, സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ. അപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ ഒരു അനക്കം, ഒരു 18-20 ആഴ്ചയിൽ അനക്കം ഫീൽ ചെയ്യും, അതിനോടുള്ളൊരു പോസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. അവരുടെ ഒരു കൊച്ചു കൊച്ചു ക്രേവിങ്സും ഒക്കെ വരുന്ന സമയം. പിന്നെ ഒരു തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു 28 ആഴ്ച മുതൽ ഒരു ഡെലിവറി ടൈം വരെ നമ്മളൊരു 40 വീക്സാണ് ഒരു നോർമൽ ഹ്യൂമൻ പ്രഗ്നൻസി ടേം എന്ന് പറയുന്നത്. ആ സമയത്ത് വയറിൻ്റെ വലിപ്പം വരുന്നതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് അവർക്ക് യാത്ര ചെയ്യാനും അവർക്ക് ഉറങ്ങാനുള്ള പൊസിഷൻസിൻ്റെ ബുദ്ധിമുട്ടെല്ലാം കുട്ടികൾ പറയാറുണ്ട്. പിന്നെ പെൽവിക് പെയിന്, അങ്ങനത്തെ കുറച്ച് ഡിസ്റ്റർബൻസ്, മൂഡ് സ്വിങ്സ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒക്കെ, അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഐ തിങ്ക് പ്രഗ്നൻസി വിൽ ബിക്കം എ മോർ എൻജോയബിൾ തിങ് ഫോർ ദം. മാഡം ഡീൽ ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സെക്ടറിലാണ്. ഇപ്പോൾ പബ്ലിക് സെക്ടറിലോട്ട് വരുമ്പോൾ കൂടുതൽ നമ്പർ ഓഫ് പേഷ്യൻസ് അവിടെ ഉണ്ട്. അപ്പം എന്താണ് കേരളത്തിലൊരു സിസ്റ്റം, അതായത് ഗർഭധാരണം തൊട്ട് പ്രസവം വരെയുള്ള സമയത്ത് കേരളത്തിലെ ഗവൺമെൻറ്റൽ സിസ്റ്റം എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുതാര്യമായതും ഏറ്റവും പോസിറ്റീവായിട്ടുമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതിന് തെളിവ് എന്താണെന്ന് വെച്ചാൽ മാതൃശിശു മരണനിരക്ക് നമ്മോളം കുറവായിട്ടുള്ള ഒരു സംസ്ഥാനം ഇല്ല. തൊട്ട് പിറകിൽ തമിഴ്നാട് നിൽക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും കുറഞ്ഞ മരണനിരക്ക്, മാതൃമരണനിരക്ക്. അതിന് 1-2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് ഏറ്റവും അങ്ങേയറ്റത്തെ ഹൈ എൻഡ് ലെവൽ വരെയും പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറയുമ്പോൾ ഒരു പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ആശാ വർക്കർ, JPHN ലെവലിൽ നിന്ന് ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ നിന്നും ഇത് തുടങ്ങി അവർ ഓരോ വീട്ടുകളിലും പോയി അത് അന്വേഷിക്കുകയാണ്. അതായത് ഒരു അമ്മ ഗർഭിണിയാവുന്നു, അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, അവർ അയണും ഫോളിക് ആസിഡും കഴിക്കുന്നുണ്ടോ, കാൽഷ്യം സ്റ്റാർട്ട് ചെയ്തോ, ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തോ, അങ്ങനത്തെ ഓരോ ചെറിയ കാര്യങ്ങൾ മുതൽ അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഏർലിയായിട്ട് ഡിറ്റക്റ്റ് ചെയ്തത് റെഫർ ചെയ്യുന്ന ലെവലിലേക്ക് വരെ നമുക്ക് മാർഗമുണ്ട് കേരളത്തിൽ. 2, അമ്മമാരുടെ എഡ്യൂക്കേഷനാണ്. കാരണം ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് നമ്മൾ 100% എന്ന് പറയുന്ന അഹങ്കാരമുള്ളൊരു കാര്യം കേരളത്തിൽ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരു സ്ത്രീ സ്വന്തം കുടുംബം നോക്കാൻ പ്രാപ്തയാണ്. അതായത് എൻ്റെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചിന്തിക്കുന്ന ഒരു ലെവലാണ് മെജോറിറ്റി ഓഫ് വിമൻ നമ്മുടെ കേരളത്തിൽ. ഇത് 2 മേജർ ഫാക്ടേഴ്സാണ്. 3, അവർക്കുള്ള അക്സസ് ടു ഹെൽത്ത് കെയർ. എനിക്കൊന്ന് ഒരു കുറച്ച് ശതമാനത്തിന് ഇപ്പോഴും ഇല്ല എന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ വെൻ യു കമ്പയർ ടു ദ നോർത്തേൺ സ്റ്റേറ്റ്സ്, അക്സസ് ടു ഹെൽത്ത് കെയർ കേരളത്തിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇത് 3 ആയിരിക്കണം. പിന്നെ ക്വാളിറ്റി ഉള്ള ഹെൽത്ത് കെയർ ടീം, ഡെഫിനറ്റ്ലി അതും ഒരു മേജർ ഫാക്ടറാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും എല്ലാ ഫെസിലിറ്റീസുമുള്ള ആശുപത്രികളും നമുക്ക് വളരെ അടുത്തടുത്ത് എത്ര ദൂരത്തിലായിരിക്കും മാക്സിമം. ആ ഒരു അപ്രോച്ച് ടു ഹെൽത്ത് കെയർ സിസ്റ്റം ഒരു മേജർ റീസണാണ്. നമ്മളെ ഗർഭകാലത്ത് ഉണ്ടാവേണ്ട ഒരു 8 ആന്റിനേറ്റൽ കോൺടാക്റ്റുകളെ പറ്റി WHO ഡയറക്റ്റീവ് ഉണ്ടല്ലോ. കേരളമാണ് അത് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യണമെന്ന് പറയുന്നു. അതിൻ്റെ ഒരു സിനാരിയോ എന്താണ്? മിനിമം 8 എന്ന് പറയുന്നുണ്ട്. കാരണം നേരത്തെ 4 പറഞ്ഞിരുന്നു. 4 പോരാ. കാരണം ഫസ്റ്റ് ട്രൈമസ്റ്റർ ബുക്കിംഗ് വിസിറ്റ്, പിന്നെ ഓരോ ട്രൈമസ്റ്ററിലും ഓരോ വിസിറ്റ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രഗ്നൻസിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് പറയട്ടെ, അതൊരു നോർമൽ ഒരു നോർമലാണ്. അതിന് നമ്മളെപ്പോഴും പറയുന്നത് നോർമൽ പ്രഗ്നൻസി, സുഖപ്രസവം. അതിനൊരു ഡെഫിനിഷൻ ഒരു വൈഡ് റേഞ്ചാണ്. ഇത് അബ്നോർമൽ ആകുന്നത് വളരെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് ടൈമിലാണ്. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മറബിൾ അല്ലെങ്കിൽ പ്ലാസൻ്റെ താഴെ ഇരിക്കുന്ന ഒരു ഗർഭാവസ്ഥ, അവർക്കൊരു മാസീവ് ബ്ലീഡിങ് വന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തി ഒരു ഷോക്കിലോട്ട് പോയി ബേബിയും അമ്മയും നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുന്നതിന്
ഒരുപാട് സമയം വേണ്ട. BP ഉള്ള ഒരമ്മ വീട്ടിൽ നിന്നും ഒരു ഹോസ്പിറ്റലിലെത്തി ഒരു ഫിറ്റ്സ് വന്നു, അല്ലെങ്കിൽ തലച്ചോറിലൊരു ബ്ലീഡ് വന്നു, അമ്മ മരിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞിന് രക്തസ്രാവം ഉണ്ടായി. ഇപ്പോൾ ഇന്നലെ പോലും പേഷ്യൻ്റ് എഡ്യൂക്കേഷനാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. പേഷ്യൻറ്റിന് അറിയാം BP ഉണ്ട്, വീട്ടിൽ നിന്നും ബ്ലീഡിങ് തുടങ്ങി, അവരൊരു 8-10 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തുന്നു, നമ്മൾ എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യുന്നു. അപ്പോഴത്തേക്കും മറുപിള്ള വിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. അതിനെ അബ്രപ്ഷൻ എന്നാണ് പറയുക. ആ ബിറ്റ്വീൻ ദാറ്റ് അബ്രപ്ഷൻ ആൻഡ് ഡെലിവറി സമയം കൂടുന്തോറും അമ്മയ്ക്കുള്ള റിസ്ക് കൂടുകയാണ്. രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള അവസ്ഥ, കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള അവസ്ഥ. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ അവയർനെസ് ടു ദ വുമൺ, അതായത് എല്ലാ ഡിസിഷനും എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഫസ്റ്റ് വിസിറ്റ് തൊട്ട് ദ വുമൺ ഹാസ് ദ റൈറ്റ് ടു ഹാവ് ഓൾ ദ ഡിസിഷൻസ് വിത്ത് us ആൻഡ് ദ ഫാമിലി ഹാസ് എ സെക്കൻഡ് റൈറ്റ്. ആൻഡ് ആ ഒരു ഷെയർഡ് ഡിസിഷൻ മേക്കിങ്ങിൽ പോകുമ്പോൾ ഷീ വിൽ ഫീൽ ദറ്റ് ഐ എം ഓൾസോ എംപവേർഡ് ഇൻ ദിസ്. അല്ലാതെ ഡോക്ടർ പറയുന്ന ചെക്കപ്പ്, ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയല്ല. വി ഷുഡ് എംപവർ ഹർ ഫോർ ഹർ പ്രഗ്നൻസി. നമ്മളിപ്പോൾ ഒരു 8 മുതൽ 10 വരെ വിസിറ്റ് ഫ്രം കൺസീവിങ് ടു ഡെലിവറി വേണമെന്ന് പറയുന്നു. പക്ഷേ അവിടെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ വീട്ടിൽ പ്രസവിക്കുന്നു, കുട്ടി മരിക്കുന്നു, അമ്മ മരിക്കുന്നു കേസുകളുണ്ടാകുന്നത്. അതിനെപ്പറ്റി എന്താണ്? അത് എന്താണ്? ആളുകൾ മണ്ടന്മാരാവുന്നതാണോ അതോ ആത്മവിശ്വാസം അമിതമാകുമ്പോൾ ഉണ്ടാകുന്നതാണോ? നമുക്ക് കോൺട്രവേഴ്സിയിലേക്ക് കടക്കാതെ തന്നെ ഇതിനെ ഞാനൊന്ന് അഡ്രസ്സ് ചെയ്യാം. കാരണം ഇത് ശരി തെറ്റ് എന്ന് പറയുന്നത് ആളല്ല ഞാൻ. കാരണം അതിനെ ഒരു ഇൻഡെപ്തായിട്ട് അതിന് നോക്കാതെ എനിക്കതിന് പറയാൻ ആളല്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ഹോസ്പിറ്റൽ ഡെലിവറി അഡ്വക്കേറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ ഈ പറഞ്ഞ കാരണം തന്നെയാണ്. എല്ലാം നല്ലതാണ്, ഈ പറഞ്ഞ പോലെ ഹോം ഡെലിവറി നല്ലതായിരിക്കാം, വാട്ടർ ബർത്ത്, ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്നിലെ ഒരു സയൻറ്റിസ്റ്റ്, അല്ലാതെ എന്നിലെ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന് പറയുന്ന വ്യക്തി, ഐ വിൽ ഓൾവേസ് അഡ്വക്കേറ്റ് എ ഹോസ്പിറ്റൽ ഡെലിവറി ഫോർ സോ മെനി റീസൺസ്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ വന്നാൽ നമ്മളത് ടാക്കിൾ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എപ്പോഴും വേണം. അത് അവൈലബിൾ ആയാൽ നമ്മളിതെല്ലാം ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഡൊമിസിലറി ഡെലിവറി എല്ലാ സ്ഥലത്തും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈവൻ ഇൻ ദ വെസ്റ്റേൺ വേൾഡ് പീപ്പിൾ പ്രാക്ടീസ് ഹോം ഡെലിവറി. ദേ ഹാവ് ദിസ് ഈ ഹോം കെയർ ഡെലിവറി തന്നെ സിസ്റ്റം ഉണ്ട്. വെറുതെ ഡ്യൂള അവർ പോയി ഹെൽപ്പ് ചെയ്തിട്ട് ഹോമിൽ ഈവൻ മിഡ് വൈഫ്സ് കണ്ടക്ട് ഡെലിവറീസ്, അങ്ങനത്തെ ചെയ്യാം. പക്ഷേ ഇതിനൊക്കെല്ലാം ഒരു ബാക്കപ്പ് ഉണ്ടാവണം. അതായത് ഒരു ഓപ്ഷൻ ബി വെൻ either the mother or the baby goes out of the track, ഇമ്മീഡിയറ്റ്ലി ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള നമുക്കൊരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഇതൊന്നും തെറ്റില്ലായിരിക്കാം. ബിക്കോസ് നമ്മുടെ ഏജ് ഓൾഡ് സിസ്റ്റം ഇസ് ഹോം ഡെലിവറി. പക്ഷേ അന്നത്തെ മരണനിരക്കും ശിശു മരണനിരക്കും നമ്മൾ പറയുന്നില്ല. നമ്മളൊരു കണക്കെടുത്താൽ ഇപ്പം നമ്മുടെ വീടുകളിൽ തന്നെ 10-12 ഡെലിവറി ചെയ്ത കുടുംബങ്ങളിൽ 2-3 കുഞ്ഞുങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അവർ ജനിച്ചോടനെ മരിക്കുന്നു, ഇവൻ കുറച്ച് ദിവസം കഴിഞ്ഞ് മരിക്കുന്നു കുഞ്ഞ്, 3-4 വയസ്സിൽ. അതിനൊന്നും കാരണങ്ങൾ നമുക്കറിയില്ല അല്ലേ. മാതൃമരണ നിരക്കും വളരെ കൂടുതലായിരുന്നു. സോ ഡെഫിനറ്റ്ലി ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഡെലിവറി തന്നെയാണ് സേഫ് എന്ന് തന്നെയാണ് എൻ്റെ വാദം. ഈ ഗർഭകാലത്ത് അതുപോലെ നമുക്ക് ഒരു 100 ദിവസത്തെ ഒരു അയൺ ഫോളിക് ആസിഡ് കൊടുക്കണമെന്ന് പറയുമല്ലോ. അത് 44% പേരെ പാലിക്കുന്നുള്ളൂ എന്നാണ് നമ്മളൊരു കണക്ക് പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? 44 ഒരു വളരെ കറക്റ്റ് ഡേറ്റ് ആണോന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാനിപ്പോൾ കാണുന്ന പേഷ്യൻസിൽ അവരെല്ലാം തന്നെ അത് എടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ആശാ വർക്കേഴ്സ് ലെവലിൽ തന്നെ അവർ പോയി ഇത് തീർന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് കൊടുക്കുന്ന സമയമാകുമ്പോൾ അവരത് കംപ്ലൈൻസ് ചെക്ക് ചെയ്യും. കംപ്ലൈൻസ് ആണ് ഇവിടുത്തെ പ്രശ്നം. ഒന്ന്, അയണിൻ്റെ ആ ഒരു ടേസ്റ്റ് ചിലർക്ക് ശരിയാവില്ല. 2, ഈ വോമിറ്റിങ്ങിന് അത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളുകൊണ്ടും പിന്നെ ചിലർ പറയും ഇതൊന്നും കാര്യമില്ല, ഇതൊന്നും കഴിക്കാതെയും എല്ലാം ശരിയാകും എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാകാം. പക്ഷേ മെജോറിറ്റി എനിക്ക് തോന്നുന്നു ദേ ആർ ഓൾ അഡ്ഹറിങ് ടു ദീസ് പ്രിൻസിപ്പിൾസ്. പിന്നെ പറ്റാത്ത അയണാണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കും. ചില അയൺ ടോളറേറ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹീമോഗ്ലോബിൻ 11.5 നമ്മളൊരു കട്ട് ഓഫ് വെച്ചിരിക്കുവാണെങ്കിൽ 10.5 താഴെ പോകണമെങ്കിൽ നമ്മളവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് നോക്കുന്നുണ്ട്. ഒരു 9 താഴെ പോയി എങ്കിൽ നമ്മൾ അടുത്ത പ്രിപ്പറേഷൻ IV വേണോ. രക്തം കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. 8 താഴെ അല്ലെങ്കിൽ 7.5 താഴെ പോയില്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കാറില്ല. അത് മിനിമം ആക്കും. IV ആണ് എടുക്കുന്ന എത്രയോ പേഷ്യൻസ് ഉണ്ട്. ബിക്കോസ് അവർക്ക് ഓറലി അയൺ അബ്സോർബ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ പല മാർഗ്ഗങ്ങളുണ്ട് ഈ അയൺ ബിൽഡ് ചെയ്യാൻ. സ്പെസിഫിക്കലി അയൺ എന്തിനാണ്, ഫോളിക് ആസിഡ് എന്തിനാണ്? ബേസിക് ക്വസ്റ്റ്യൻ. ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് മാത്രമേ ഉള്ളൊരു പ്രിവെൻറ്റീവ് ഡ്രഗ് ഇൻ പ്രഗ്നൻസി. കാരണം ബാക്കിയൊന്നും പ്രിവെൻഷൻ അല്ലല്ലോ. ഫോളിക് ആസിഡ് വേൾഡ് വൈഡ് ആൻഡ് ബൈ റിസർച്ച് ഹസ് പ്രൂവ്ഡ് ദാറ്റ് ഇറ്റ് ഡിക്രീസസ് ദ റിസ്ക് ഓഫ് അനോമലീസ്, അത് വൈകല്യങ്ങൾ ഒരു പരിധിക്ക് മേലെ കുറയ്ക്കാൻ ഈ മരുന്നിന് സാധിക്കും. പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ള അമ്മമാർക്ക്, ഈ എപ്പിലെപ്സിക്ക് മരുന്ന് കഴിക്കുന്ന അമ്മമാർക്ക്, ഈ 2 വിഭാഗത്തിനും 3 മാസമെങ്കിലും
പ്രീ പ്രഗ്നൻസി ഫോളിക് ആസിഡ് നിർബന്ധമായും കഴിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കഴിക്കുന്നതിനും പ്രയോജനമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. കാരണം അവരിൽ വൈകല്യം കുറയ്ക്കുമെങ്കിൽ എന്തുകൊണ്ട് ജനറൽ പോപ്പുലേഷന് കുറയ്ക്കുന്നില്ല? കുറയ്ക്കണം. സോ ഇറ്റ് ഷുഡ് ബി ഗിവൺ. ഇനി പ്രീവിയസ് പ്രഗ്നൻസിയിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്, അതായത് സ്പൈനൽ കോഡിനോ തലച്ചോറിനോ എന്തെങ്കിലും ബ്രെയിനോ എന്തെങ്കിലും അനോമലി ഉള്ള അമ്മമാർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ അവരും 3 മാസം മുന്നേ ഹയർ ഡോസ്, അതായത് സാധാരണ ഡോസ് ഓഫ് എലിമെൻ്റൽ ഫോളിക് ആസിഡ് 5 മില്ലിഗ്രാം ഡോസ് വെച്ച് കഴിക്കണം. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇനി അയൺ ഒരു വിഭാഗത്തിന്, അതായത് മേജറായിട്ടുള്ള നമ്മൾ അഡോളസൻ ഗേൾസ് അനീമിക്കാണ്. ബിക്കോസ് ഒന്ന് അവരുടെ ഡയറ്റ് ഹാബിറ്റ്സ്, അവരാരും ഡയറ്ററി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നില്ല. കാരണം നമ്മൾ ഈ ചീര മുരിങ്ങയില പാവയ്ക്കൊക്കെ നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ആൻഡ് വി ഓൾ നോ ദറ്റ് അവരത് കഴിക്കുന്നില്ല. അപ്പോൾ ഒരു ബേസിക്കലി അനീമിക് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ പോളിസിസ്റ്റിക് ഓവറി ഒക്കെ ഉള്ള കുട്ടികൾ, അവർക്കൊരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റി വന്നു, ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർ പലപ്പോഴും ഇത് പുറത്ത് പറയുന്നില്ല. അപ്പോൾ അവരുടെ സ്റ്റാർട്ടിങ് ഹീമോഗ്ലോബിൻ കുറവായിരിക്കും. അപ്പോൾ ഈ അനീമിയ ഉള്ള അമ്മ ഗർഭിണിയാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പ്രഗ്നൻസിയിൽ കുഞ്ഞൊരു പാരസൈറ്റാണ്. അമ്മയുടെ അനീമിക് ലെവൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബേബി അയൺ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അമ്മയുടെ അനീമിയ ലെവൽ കൂടുന്നു. 3, അനീമിയ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രീടേം ബർത്തിന് റിസ്ക് കൂടുന്നു, ബേബിയുടെ ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് വരുന്നു, അമ്മയ്ക്ക് പോസ്റ്റ്പാർട്ടം ഹെമറേജ്, അതായത് രക്തസ്രാവത്തിനുള്ള റിസ്ക് കൂടുന്നു. പിന്നെ യൂട്രസ് ഇൻവല്യൂട്ട് ചെയ്യാനും ഗർഭാവസ്ഥ കഴിഞ്ഞതിന് ശേഷം യൂട്രസ് ചുരുങ്ങി നോർമൽ ആകാനുമുള്ള സമയത്തിനും ഇൻഫെക്ഷനുള്ള സാധ്യത ഇതെല്ലാം കൂടുകയാണ്. കാരണം രക്തത്തിലെ ഓക്സിജൻ കണ്ടൻറ്റ് കുറവാണ് ഈ അനീമിക് വിമൻ. സോ ചികിത്സിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയേ ഉള്ളൂ അല്ലേ. അപ്പോൾ ബേസിക്കലി നമുക്കൊരു അനീമിയ കറക്ഷൻ മാസമായിട്ട് വേണം. അപ്പോൾ അത് ഗവൺമെൻറ് ലെവലിൽ വളരെ വലിയ നാഷണൽ ലെവലിലും ഉണ്ട്. അനീമിയ മുക്ത് ഭാരത് എന്ന് പറഞ്ഞ് തന്നെ ചെയ്യുന്നുണ്ട്. ഗർഭിണികൾ പ്രത്യേകിച്ചും ഈ അനീമിയ കുറച്ച് വേം ഇൻഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, ഹെൽത്തി ഫുഡ്സ് അഡ്വൈസ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഇതെല്ലാം ഒരു പരിധിക്ക് മുകളിൽ തന്നെയും ഈ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. കേരളത്തിലെ മനുഷ്യർക്കിടയിൽ ഈ ഇൻബ്രീഡിങ് ടെൻഡൻസി, അതായത് വിത്തിൻ ഫാമിലി കല്യാണം കഴിച്ച്, അതാണല്ലോ ഈ അനോമലികളിലേക്ക് നയിക്കുന്ന ഒരു കാര്യങ്ങളൊന്ന് അല്ലേ. നമുക്ക് ഈ കൺസാങ്ക്യൂനിറ്റി എന്ന് പറയുന്നത് പല ലെവലാണ്. അതായത് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് സ്വന്തം സഹോദരനെയോ അല്ലെങ്കിൽ അങ്ങനെ. സെക്കൻഡ് ഡിഗ്രിയാണ് നമ്മൾ ഈ കാണുന്ന പലതും. പക്ഷേ ഈ പറഞ്ഞതുപോലെ സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി കൺസാങ്ക്യൂനിറ്റിയാണ് കൂടുതൽ. അതായത് മെറ്റേണൽ അങ്കിൾ, അമ്മയുടെ സഹോദരനെ കല്യാണം കഴിക്കുന്നത് നമുക്ക് കേരളത്തിൽ വളരെ കുറവാണ്. ഇവിടെ ഉണ്ടാവുന്നത് അതായത് അമ്മയുടെ സഹോദരൻ്റെ മകനോ അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരിയുടെ മകളെയോ കല്യാണം കഴിക്കാം. പക്ഷേ അമ്മയുടെ തന്നെ ഓൺ ബ്രദറിനെ കല്യാണം കഴിക്കുന്നത് കുറച്ചും കൂടി ഹയർ ലെവൽ ഓഫ് കൺസാങ്ക്യൂനിറ്റി ആയി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വൈകല്യങ്ങളല്ല കൂട്ടുന്നത്, ഇത് കൂട്ടുന്നത് ജനറ്റിക് ഡിസോർഡേഴ്സാണ്. അതായത് ഒരു റെസസീവ് ആയിട്ടുള്ള ജീൻ, ചുരുക്കി പറയുന്നത് ഒരു റെസസീവ് ആയിട്ടുള്ള ജീൻ ഒരാൾക്ക് കിടക്കുന്നു, മറ്റേ ആൾക്കും അതേ ഫാമിലിയിൽ റെസസീവ് ആയിട്ടുള്ള ജീൻ ഉണ്ടെങ്കിൽ അത് ഈ ബേബിയിലേക്ക് വരാനുള്ള സാധ്യത 25%. സോ ദ ബേബി ബിക്കംസ് ഡിസീസ്ഡ്. ഇവർ രണ്ടിനും നോർമലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാൽഡീവിയൻ പേഷ്യൻ്റ്, അവർക്ക് താലസീമിയ മൈനർ, അതായത് ബീറ്റാ താലസീമിയ മൈനർ എന്ന് പറയുന്ന കണ്ടീഷൻ വളരെ പ്രിവലൻ്റ് ആണ്. നമുക്ക് കേരളത്തിലും ഉണ്ട് ബീറ്റാ താലസീമിയ, നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. തെലങ്കാനയിലൊക്കെ ഇപ്പം എവറി പ്രഗ്നൻസി ഗെറ്റ് സ്ക്രീൻ ഫോർ ബീറ്റാ താലസീമിയ. കാരണം തെലങ്കാനയിൽ ഇതുപോലെ കൺസാങ്ക്യൂനിറ്റി കൂടുതലായതുകൊണ്ട്. അപ്പോൾ അതായത് അമ്മയ്ക്ക് ബീറ്റാ താലസീമിയ മൈനറുണ്ട്, അവർക്ക് വേറൊരു സിംറ്റവും കാണത്തില്ല, കുറച്ച് ലോ HP മാത്രമേ കാണുള്ളൂ, ചെറിയ അനീമിയ, ചികിത്സിക്കുന്നില്ല, അറിയുന്നില്ല. കസിൻ സിസ്റ്ററിനെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ കസിൻ ബ്രദറിനെ കല്യാണം കഴിച്ചു, അവർക്കും ബീറ്റാ താലസീമിയ മൈനർ ഉണ്ടെങ്കിൽ ബിക്കോസ് 2 പേരുടെ റെസസീവ് ജീൻ ഉള്ളത് കൊണ്ട് കുഞ്ഞിന് 25% ബീറ്റാ താലസീമിയ മേജർ വരാം. അപ്പോൾ നമുക്ക് പ്രീനേറ്റൽ ടെസ്റ്റിംഗ് ചെയ്തേ പറ്റുള്ളൂ. ബീറ്റാ താലസീമിയ മേജർ എന്ന് പറയുന്ന ഒരു ഭയങ്കര കണ്ടീഷനാണ്. അപ്പം ഈ പുറം മാൽഡീവ്സ് എന്നൊക്കെ ഉള്ളവർ, അവർക്ക് ആക്ച്വലി വൈറ്റ് കാർഡ് ഉണ്ട്. ഈ വൈറ്റ് കാർഡ് ഉള്ളവർ ഡിസീസ്ഡ് അല്ല എന്നുള്ളതാണ്, അവർക്ക് കാരിയർ അല്ല. അപ്പോൾ അവർക്ക് മറ്റേയാളെ കല്യാണം കഴിക്കാൻ ഗവൺമെൻറ് ലെവലിൽ നിന്ന് തന്നെ കൗൺസിലിംഗ് കൊണ്ട് 2 കാരിയേഴ്സ് കല്യാണം കഴിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ അത്രയും പറയാത്ത എന്താണെന്ന് വെച്ചാൽ അത്രയും കാരിയർ സ്റ്റാറ്റസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. സോ മാരേജിനകത്ത് ഡെഫിനറ്റ്ലി കൺസാങ്ക്യൂനിറ്റി ഉണ്ടെങ്കിൽ ജനറ്റിക് ടെസ്റ്റിംഗ് നോക്കണം, പ്രത്യേകിച്ചും മുമ്പ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ജനറ്റിക്സ് എന്ന് പറയുന്നത് വലിയ സ്പെക്ട്രമാണ്. ഏത് ഡിസീസാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അൺലെസ് ദർ ഇസ് എ ഫാമിലി ഒരു പെഡിഗ്രി അനാലിസിസിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്രയും ടെസ്റ്റുകൾ നടത്തുന്നു, പ്രിക്കോഷൻസ് എടുക്കുന്നു, അനോമലി ചെക്ക് ചെയ്യുന്നു, സ്കാൻ ചെയ്യുന്നു, എല്ലാം ചെയ്യും. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ ഐ ക്യാൻ സീ ചിൽഡ്രൻ ബോൺ വിത്ത് ഹൈപ്പർഹൈഡ്രോസിസ് അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം, ഓട്ടിസം സ്പെക്ട്രം, ഇതൊന്നും ഇതിൽ വരുന്നില്ലേ ഈ സാധനത്തിനകത്ത്? ഡൗൺ സിൻഡ്രോം കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ 2009 ഞാൻ എൻ്റെ സബ് സ്പെഷ്യാലിറ്റി ട്രെയിനിങ് കഴിഞ്ഞ്, അതായത് ഞാൻ എൻ്റെ 2 വർഷത്തെ ട്രെയിനിങ് ചെയ്തത് ഓസ്ട്രേലിയയിലാണ് 2007 to 2009. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ കണ്ടത് ഞാൻ അതുവരെ കേരളത്തിൽ കാണാത്തൊരു കാഴ്ചയാണ്. അപ്പോൾ ഇപ്പോൾ ഡെഫിനറ്റ്ലി ഒരു 10 years ബിഹൈൻഡ് തന്നെയായിരുന്നു അന്ന് ഞാൻ പഠിക്കാൻ പോകുമ്പോൾ. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ തിരുവനന്തപുരത്ത് പഠിച്ചതിന് ശേഷം
UK നിന്നും MRCG ഡിഗ്രിയും കഴിഞ്ഞിട്ടാണ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. അപ്പോഴും ആസ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഒരു ഗൈനക്കോളജിസ്റ്റ് എൻ്റെ സ്കിൽസ് ഭയങ്കര ബെറ്ററാണ് ഒരു വെസ്റ്റേൺ സിറ്റുവേഷനിൽ പോകുമ്പോൾ. പക്ഷെ അഡ്വാൻസ്മെൻറ്റിൽ ഞാൻ വളരെ പിറകിലായിരുന്നു. അപ്പോൾ അന്ന് തന്നെ അവിടെ ഡൗൺ സിൻഡ്രോമിന് യൂണിവേഴ്സൽ സ്ക്രീനിങ് ആയിരുന്നു. യൂണിവേഴ്സൽ സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? എവറി പ്രഗ്നന്റ് വുമൺ ഷുഡ് ബി സ്ക്രീൻഡ്. അതുവരെ നമ്മൾ പാലിച്ചിരുന്ന എന്താണ്? സെലക്റ്റീവ് സ്ക്രീനിങ് ആണ്. സെലക്റ്റീവ് സ്ക്രീനിങ് 35 വയസ്സിന് മേളിലുള്ള അമ്മമാരെ മാത്രം സ്ക്രീൻ ചെയ്തിരുന്നു. പക്ഷേ ഏജ് അല്ല ഡൗൺ സിൻഡ്രോമിൻ്റെ റിസ്ക് ഇസ് പ്രഗ്നൻസി. അതായത് ഒരു ഡിനോമിനേറ്റർ എപ്പോഴും ഉണ്ട്. 1 in something 20 വയസ്സിലും ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ലേമാന് പറയുവാണെങ്കിൽ 1 in 750 ഒരു 20 വയസ്സിൽ 25 വയസ്സിലുണ്ടെങ്കിൽ അത് 1 in 40 ആയിട്ട് 40 വയസ്സിൽ കൂടുന്നേ ഉള്ളൂ. ആ 1 എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കും? ആൻഡ് 80% ഓഫ് ദ ഡൗൺ സിൻഡ്രോം ആർ ഹാപ്പനിങ് ഇൻ ദ ഏജ് മോർ ദാൻ 35, ലെസ് ദാൻ 35 സോറി. വൈ? ബിക്കോസ് ദ പ്രഗ്നൻസി ഹാപ്പൻസ് മോർ ദെയർ. ഈ 35 മുകളിലുള്ളവർ നമ്മൾ അല്ലെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സലി എല്ലാവരെയും സ്ക്രീൻ ചെയ്യണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? 12 മുതൽ 14 ആഴ്ചയ്ക്കുള്ളിലുള്ളൊരു സ്കാനും ന്യൂക്കൽ ട്രാൻസ്ലൂസൻ സ്കാനും കൂടെ ഒരു ഡബിൾ മാർക്കർ ടെസ്റ്റും കൂടെ 92% ഡിറ്റക്ഷൻ റേറ്റ് ഉണ്ട്. അപ്പോൾ അത് ഇർവേരിയബിൾ ഓഫ് എവറി എന്താണ് ഏജ്, റിസ്ക്, ഫാമിലി ഹിസ്റ്ററി ഒന്നുമില്ലാതെ യൂണിവേഴ്സലി സ്ക്രീൻ ചെയ്താലേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ അതിലേക്ക് എത്തുകയാണ് ഇപ്പം. പക്ഷേ അതിനുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് വേണം, ഈ സ്കാൻ ചെയ്യാനായിട്ടുള്ള എക്സ്പെർട്ടൈസ് വേണം, പിന്നെ ഇത് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ ലാബ്സ് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ വർക്ക് ചെയ്യുന്ന സെറ്റപ്പിൽ നമ്മൾ യൂണിവേഴ്സലി ഓഫർ ചെയ്യും, പേഷ്യൻ്റ് ലീഫ്ലെറ്റ്സ് കൊടുക്കും, അവരോട് പറയും, ഇൻഫർമേഷൻ മനസ്സിലാക്കുക. സം പീപ്പിൾ ഓപ്റ്റ് ഔട്ട്. അവർ 2 reasons. ഒന്ന്, നമുക്ക് വരില്ല എന്നുള്ള വിശ്വാസം, ആസ് യു റൈറ്റ്ലി സെഡ്. സെക്കൻഡ് ഇസ്, വന്നാലും ഞാൻ ഒന്നും ചെയ്യില്ല എന്ന റിലീജിയസ് ബിലീഫ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചോളൂ. Why do you want to do that? Yeah. So അപ്പോൾ അവിടെ അവരുടെ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ഇഫ് ഐ ഡോണ്ട് വാണ്ട് ടു ഡു എനിത്തിങ്, ഇഫ് ഐ സീ സംതിങ്, നമ്മൾ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന കപ്പിളുണ്ട്. അവിടെയാണ് നമ്മുടെ കൗൺസിലിംഗ്, പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. മാഡം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, ശരിയാണ്. പക്ഷെ നമ്മുടെ റൂറൽ ഏരിയാസിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റൽ സെറ്റപ്പിലേക്ക് പോകുമ്പം ഈ പറഞ്ഞ യൂണിവേഴ്സൽ ഡൗൺ സിൻഡ്രോം സ്കാനിങ് ഉണ്ടോ? പാടാണ്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ എക്സ്പെർട്സ് വേണം. ഇത് ഈ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. അതിനകത്ത് ചെയ്യാം, പക്ഷെ അതിനകത്ത് നമുക്ക് അക്രഡിറ്റേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വാലിഡേഷൻ. അപ്പം നമ്മളെ വേണ്ടതെന്ന് പറയുന്നത് ഫീറ്റൽ മെഡിസിൻ ഫൗണ്ടേഷൻ UK ഒരു അക്രഡിറ്റേഷനിലാണ് ഞാനൊക്കെ പോകുന്നത്. അപ്പോൾ അത് ഉള്ള ആളുകൾ മാത്രമേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പോൾ എൻ്റെ കൊളീഗാണെങ്കിലും ഡോക്ടർ ബൃന്ദ, നമ്മൾ എല്ലാവരും തന്നെയും ആ ഒരു ട്രെയിനിങ്ങിൽ കൂടി കടന്നു പോയ ആളുകൾ മാത്രമേ ഈ അക്രഡിറ്റേഷൻ വരും. ഞങ്ങൾ ഇയർലി നമ്മുടെ ഇമേജസ് ഓഡിറ്റ് ചെയ്യുക, റീ അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ കൂടെ കടന്നു പോകണം. ഇതൊന്നും ഒരു എന്താ പറയുമ്പോൾ ഒരു അക്രോസ് ദ ടേബിൾ വളരെ ഈസിയാണ്. ഇത്രയും നമ്പർ ഓഫ് ഡെലിവറീസ് നടക്കുന്ന ഒരു സംസ്ഥാനത്തിൽ എത്രത്തോളം അത് പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് അല്ലേ. പറ്റുന്നിടത്തോളം എത്തിക്കുക, അതാണ് നമ്മുടെ ഒരു കുഴപ്പം. വേറൊരു സെറ്റ് എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹമാണ്, അതൊരു കുറച്ചുകൂടി പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലേക്ക് ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. യു ഷുഡ് ഇൻവോൾവ് ദ ഹെൽത്ത് കെയർ എക്സ്പേർട്സ് ഫ്രം both sides so that it gets more into the public sector also. പലപ്പോഴും ഡോക്ടർമാർക്കുള്ളൊരു വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് അവർ പേഷ്യൻസിനോട് വളരെ അടുപ്പം അവർക്ക് വരാറുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ള ഒരു ഡോക്ടർ ഫീൽഡാണെന്ന് ഞാൻ കരുതുന്നു. അപ്പം അവർക്ക് വളരെ പ്രഷ്യസ് ആണ് ഈ ബേബി എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ആദ്യത്തെ ഹൃദയമിടിപ്പുണ്ടെന്ന് പറയുമ്പോൾ കേൾക്കുന്ന സന്തോഷം, ആ സന്തോഷങ്ങൾ ഒരുപാട് കാണാൻ അല്ലേ, അത് വളരെ ടച്ചിങ് അല്ലേ ആ എക്സ്പീരിയൻസ്? ഒരു സംശയമില്ല. കാരണം ഞാൻ ഇന്നും പാഷനേറ്റ് ആയിട്ട് രാവിലെ എണീച്ച് ഈ ജോലിക്ക് വരുന്നതിൻ്റെ ഒരു മേജർ റീസൺ ആ ഒരു ഫാമിലിയുടെ കണ്ടൻറ്റഡ് ഫേസ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ 2009 എന്ന് പറഞ്ഞു, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഇന്ന് വരെയുള്ള കുഞ്ഞുങ്ങളിൽ എനിക്കറിയില്ല, എവിടെ പോയാലും എൻ്റെ കുട്ടികൾ, മകനിപ്പോൾ ഹൗസ് ഏജൻസിയാണ്, മോൻ എപ്പോഴും കളിയാക്കും, എവിടെ പോയാലും അമ്മയുടെ ഒരു കുഞ്ഞ് അവിടെ വന്ന് അമ്മയോട് ഹായ് പറയും. പക്ഷെ അതൊരു സിമ്പിൾ കാര്യമല്ല. അവർക്ക് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് തോന്നണം. കാരണം ഇതിൽ പലരും ഹെൽപ്ലെസ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. കാരണം മുമ്പ് 2-3 കുഞ്ഞുങ്ങൾ മരിച്ചു. നമ്മളിവിടെ വലിയ മാജിക് ഒന്നും ചെയ്യുന്നില്ല. ആക്ച്വലി മേ ബി മാനേജ്മെൻറ്റ് സെയിം തന്നെ ആയിരിക്കും, പക്ഷേ ടു റീഅഷ്വർ ദം ദറ്റ് ഐ ആം ദെയർ വിത്ത് യു എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി അത് തന്നെയാണ്. കാരണം ഐ ടെൽ ദം ദറ്റ് ഐ എം വിത്ത് യു ടിൽ ടിൽ യു ഗോ ഹോം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ തന്നെ അവർ പലരും കൊണ്ടുവന്ന് മടിയിൽ വെച്ചിട്ട് നമ്മളെ കൊണ്ട് നെയിം ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അനുഗ്രഹിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും
എനിക്ക് തോന്നുന്നു അതൊക്കെ ഗോഡ്ലി ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. നമുക്ക് ദൈവം അനുഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് അത്രയും അവർക്ക് സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 4 കുഞ്ഞുങ്ങളെ കൺസീവ് ചെയ്ത ഒരു അമ്മയുണ്ട്. അപ്പോൾ അവർ ടെർമിനേഷൻ വേണോ വേണ്ട, പക്ഷെ അവർക്ക് മനസ്സുകൊണ്ട് അത് ടെർമിനേറ്റ് ചെയ്യാൻ അവർ വില്ലിങ് അല്ല, ബിക്കോസ് അവർക്കത് വേണം. അവർ വന്നപ്പോഴും ഈ 4 കുഞ്ഞുങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന റിസ്ക് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് സെൻറ്റൻസ് എൻ്റെ ഇതാണ്, നമ്മളിപ്പോൾ തുടരുന്നുവെങ്കിൽ തീരുമാനിച്ചോളൂ, ഇന്ന് തൊട്ട് നമ്മളിനി അതിലേക്ക് തിരിച്ചു പോകുന്നില്ല, നമ്മളിത് ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്യുവാണ്. ഒരു ഡിസിഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരെന്നോട് വന്ന് പറഞ്ഞു, നമുക്കിത് ഒരുമിച്ച് തുടരാം ഡോക്ടർ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വന്നത്, ഈ 4 കുഞ്ഞുങ്ങളും 32 വീക്സിൽ ഡെലിവറി ചെയ്തിട്ട് അവരുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അതിൽ 2 പേരുടെ കേക്ക് കട്ട് ചെയ്യുന്നത് ഞാനാണ് എന്നുള്ളൊരു പ്രിവിലേജ് അവരെനിക്ക് തരുമ്പോൾ ആ ഫാമിലിയിൽ നമുക്ക് എത്രത്തോളം റോളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? പലപ്പോഴും ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ തന്നെ ഒരു 15-10 വർഷമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ കുട്ടികളെ വന്നിട്ട് ഒരുപാട് പേര് അമ്മ എന്നാണ് വിളിക്കുക, ഡോക്ടർ അമ്മ എന്ന് വിളിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അമ്മമാരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ബയോളജിക്കൽ അല്ലാത്ത നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അത് തന്നെയാണ് അടുത്ത ദിവസത്തെ വർക്കിനുള്ള പാഷൻ. അതുപോലെ ഡോക്ടർ വേറെ വലിയ പ്രിവിലേജ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പലരും ഇങ്ങനെ കുട്ടികളാൻ വേണ്ടി ശ്രമിച്ച് കിട്ടാതെയായി ആകെ പ്രാന്തായി നിൽക്കുന്ന സമയത്ത് യു ബ്രേക്ക് ദ ഗുഡ് ന്യൂസ് ടു ദം, അല്ലേ? അത് ഭയങ്കര, ആ എക്സ്പ്രഷൻസ് ഭയങ്കര രസമല്ലേ കാണാൻ, അല്ലേ? ആ എക്സ്പ്രഷനെക്കാളും എനിക്ക് തോന്നുന്നു ആ എക്സ്പ്രഷൻ എൻ്റെ അടുത്തോട്ട് വരുന്ന പേഷ്യൻസിന്, ബിക്കോസ് അവരാദ്യം വരുന്നത് എന്നോട് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടാണ് ഡെഫിനറ്റ്ലി. കാരണം അവർക്ക് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞ ഒരു ലേബൽ കേൾക്കുമ്പോൾ തന്നെ, മുൻപൊരു കോംപ്ലിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ ഓക്കെ ഇതെന്തേനോ ഞാൻ ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്, പക്ഷേ വന്നിട്ട് കേൾക്കുമ്പോൾ അയ്യോ ഞാനിത് എന്ത് ചെയ്യുന്നുള്ള പാനിക്കാണ് ആദ്യം കാണുന്നത്. പക്ഷേ ഞാൻ പറയും, ഇന്നിപ്പം നിങ്ങളുടെ ഒരു സ്ട്രെസ്സിനെ ഒരു 50% കുറയ്ക്കാൻ എനിക്ക് ഇന്ന് സാധിക്കുകയുള്ളൂ. പക്ഷേ ഓരോ വിസിറ്റിലും നമുക്ക് കുറച്ച് പോവാം. പക്ഷേ ഏറ്റവും എനിക്ക് സന്തോഷം കിട്ടുന്നത് ആ ഒരു ബേബിയായിട്ടുള്ള അവരുടെ ആ ഒരു കണ്ടൻറ്റഡ് ആ ഒരു ഫാമിലി ഒരു വിഷൻ എന്ന് പറയുമല്ലോ, അത് തന്നെയാണ്. പലപ്പോഴും അവർ വഴിയിലൊക്കെ കാണുമ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയാം എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, പക്ഷേ 1 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് മെജോറിറ്റി ഓഫ് ദം വിത്ത് നെയിം എനിക്ക് ഓർക്കാൻ പറ്റും. കാരണം അവരെല്ലാവരും തന്നെ നമ്മളോട് ഒരുപാട് പ്രാവശ്യം വന്ന് കണ്ടു പോകുന്നവരല്ലേ. and become part of their second family to me. അപ്പം ഈ ജസ്റ്റേഷൻ പീരീഡിൽ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഡോക്ടർ ആ സമയത്ത് ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി. എനിത്തിങ് ദാറ്റ് ലൈക്ക് യു റിമെമ്പർ? ഉണ്ട്. കാരണം ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു എപ്പിസോഡ് എന്ന് തന്നെ പറയും. ഒരു പുറത്തുനിന്ന് വന്നൊരു പേഷ്യൻ്റ് ആയിരുന്നു, ഒരു ഇരട്ട കുട്ടികൾ. അവർ ദേ തോട്ട് എല്ലാം സ്മൂത്തായിട്ട് പോകും ഞാൻ കണ്ടു കഴിഞ്ഞാലെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ആ 2 കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ എനിക്ക് അവരെ മീറ്റ് ചെയ്യുന്ന വിഷമത്തിനെക്കാട്ടിലും കൂടുതൽ ഞാൻ പറയുന്നത് വെച്ചാൽ അവർക്ക് എന്നോടുള്ള ട്രസ്റ്റ്. അവരെന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്കറിയാം ഡോക്ടർക്ക് എത്ര വിഷമമുണ്ടെന്ന്, സോ ഡോക്ടർ വിഷമിക്കേണ്ട, അത് ഞങ്ങൾക്ക് ഡോക്ടർ കണ്ടിട്ടും കിട്ടിയില്ല എങ്കിൽ അത് ഞങ്ങളുടെ ഒരു വിധിയായിട്ട് ഞങ്ങൾ കണക്കാക്കും. ദാറ്റ് വാസ് ദ മോസ്റ്റ് ഡിപ്രസിങ് മൊമെൻ്റ് ഓർ ദ മോസ്റ്റ്, എനിക്കറിയാൻ പറ്റില്ല, ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ഒരു ദിവസമായിരുന്നു അത്. കാരണം അവരെന്നോട് വന്ന് എനിക്കവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ എഫേർട്ട് ഐ കുഡിൻ ഗിവ് യു ദ ബെസ്റ്റ് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അവരെന്നോട് വന്ന് പറയണം മാഡം വിഷമിക്കേണ്ട എന്ന് പറയുന്ന ആ ദിവസം ഇറ്റ്സ് എ റിയൽ ദ ബ്ലെസ്സിങ് ബൈ ഗോഡ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. വളരെ ഇമോഷണൽ ആയിട്ടുള്ള പോയിൻ്റാണ്. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കുട്ടിയെ നഷ്ടപ്പെടുക, പ്രീ ടൈമായിട്ട് നഷ്ടപ്പെടുക എന്ന പോലെ തന്നെ പ്രശ്നമുള്ള കേസാണ് ടേമായി വരുന്നൊരു കൊച്ചിന് അനോമലി ഉണ്ടാവുക എന്ന് പറയുന്നത്. ക്യാൻ യു ആസ് എൻ എക്സ്പേർട്ട് മിസ് എൻ അനോർമലി? കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ ഞാൻ മനസ്സ് തൊട്ട് സത്യമായിട്ട് പറയണമെങ്കിൽ യെസ് ഐ ക്യാൻ. ബിക്കോസ് 16 to 17 years ഡൗൺ ദ ലൈൻ ഇഫ് യു ആസ്ക് മീ ഹാവ് ഐ, യെസ്. പക്ഷെ ഒരു ലീത്തൽ, അതായത് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനോമലി മിസ് ചെയ്തിട്ടുണ്ടാവില്ല. അത് നമ്മുടെ എക്സ്പെർട്ടൈസും നമ്മുടെ സമയവും നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ടും നമ്മൾ അതിലേക്ക് എത്തും. കാരണം നമ്മുടെ ചെക്ക് ബോക്സ് ഉണ്ട്. പക്ഷെ നോൺ ലീതലായിട്ടുള്ള കാരണങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടാകാം. അത് കാരണം ഒരു എന്താ ലോങ് ടേം സിക്വലേ വരുന്ന പോലത്തെ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും വി ആർ നോട്ട് ഗോഡ്. പിന്നെ കാരണം സ്കാനാണ്, കുഞ്ഞിൻ്റെ പൊസിഷൻ, ഫ്ലൂയിഡ് വോളിയം പ്ലസ് അമ്മയുടെ ഫാറ്റ് തിക്നെസ്, ഇതെല്ലാം മാറ്റർ ചെയ്യും. പക്ഷെ ഒന്നും 100% ടെസ്റ്റുകൾ അല്ലാത്തതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്ങും 100% അല്ല. പക്ഷേ 11-12 ആഴ്ച മുതൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന ഒരുപാട് കേസുകളുണ്ട്. സോ ഐ ഗിവ് മോർ വെയിറ്റേജ് ഫോർ ദാറ്റ്. ആൻഡ് മറ്റേ എറർ ഓഫ് ഇത് കുറയ്ക്കാൻ എവറി ഡേ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും. ആഫ്റ്റർ 17 years, ഈവൻ ടുഡേ ഐ ട്രൈ ടു റെഡ്യൂസ് മൈ ലെവൽ ഓഫ് എറേഴ്സ് ബൈ സോ മെനി തിങ്സ്. ഒന്ന്, നമ്മൾ സ്ട്രെസ്ഫുൾ അല്ലാതെ അത് നോക്കുക. 2, ടൈം കൊടുക്കുക. 3, ചെക്ക് ബോക്സ് നല്ലപോലെ ശ്രദ്ധിക്കുക.
അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വഴി ഒരു മെജോറിറ്റി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹ്യൂമൺ എറേഴ്സ് അല്ലേ. കഴിഞ്ഞ 17 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പം ഇത്രയും കാലത്തെ സർവീസ് കൊണ്ട് എന്ത് നേടിയെന്നാണ് വിചാരിക്കുന്നത്? ഒറ്റ വാക്കിലാണെങ്കിൽ ഐ എം വെരി ഹാപ്പി ആൻഡ് കണ്ടൻറ്റഡ് വിത്ത് വാട്ട് ഐ ഡു. ഇന്നും എവറി ഡേ പാഷനാണ്, പ്രൊഫഷൻ അല്ല. സോ പാഷൻ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കൊരു എൻഡ് ഓഫ് ദ ഡേ യു ഫീൽ ഹാപ്പി അല്ലേ. ക്ഷീണമുണ്ട്. സോ 17 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ 17 വയസ്സ് നമ്മുടെ ഏജിങ്ങും അവിടെ ഉണ്ട്. പക്ഷേ എനിക്കൊന്നും ഞാൻ കാണാൻ തുടങ്ങിയ കാലത്തെ കോംപ്ലിക്കേഷൻസ് അല്ല ഞാനിപ്പോൾ കാണുന്നത്. അതിൻ്റെ ഒരു എത്രയോ ശതമാനം കൂടി. പ്ലസ് റെഫറൽ സെൻ്ററാണ്. അപ്പോൾ എവറി ഡേ നൈറ്റ്, അതായത് 24/7 നമ്മുടെ ഹാർട്ട് ആൻഡ് സോൾ അതിലേക്ക് നിൽക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രഷർ ഉണ്ടല്ലോ. അത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. ബട്ട് ഐ ഡെലിഗേറ്റ് ഓൾസോ.